ലാൻഡ്രീസ് തിയറി ഓഫ് പോപ്പുലേഷൻ. അഡോൾഫ് ലാൻഡ്രി 1930 ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 3 ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ ഗ്രോത്ത്. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്. പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് ചേഞ്ചസ് വിത്ത് ദി ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പീപ്പിൾ. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഡെത്ത് ആൻഡ് ബർത്ത്. പ്രധാനപ്പെട്ട 3 സ്റ്റേജസ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ പ്രിമിറ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ ഹൈ സ്റ്റേഷനറി സ്റ്റേജ്. സെക്കൻഡ് വൺ ട്രാൻസിഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ എക്സ്പാൻഡീവ് സ്റ്റേജ്. തേർഡ് വൺ മോഡേൺ സ്റ്റേജ് അല്ലെങ്കിൽ ലോ സ്റ്റേഷനറി സ്റ്റേജ്. ഇത് ബ്ലാക്കേഴ്സ് തിയറി ഓഫ് പോപ്പുലേഷനുമായി വളരെ അടുത്ത് നിൽക്കുന്ന വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറി കൂടിയാണ്. ഫസ്റ്റ് സ്റ്റേജ് പ്രിമിറ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ ഹൈ സ്റ്റേഷനറി സ്റ്റേജ്. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഇൻക്രീസ് ചെയ്യും. പോപ്പുലേഷൻ ഗ്രോവിങ് സ്റ്റേബിൾ ആയിരിക്കും. മെഡിക്കൽ ഫെസിലിറ്റീസും സാനിറ്റൈസേഷനും എല്ലാം വെരി ലോ ആയിരിക്കും. എക്കണോമിക് ആണെങ്കിൽ മെയിൻലി അഗ്രികൾച്ചറിൽ ഫോക്കസ് ആയിരിക്കും. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടായിരിക്കും എക്കണോമിക് ഗ്രോത്ത് നിൽക്കുന്നത്. ചിൽഡ്രൻസിനെ ഒരു എക്കണോമിക് അസറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം വരുമാനം ഉണ്ടാക്കാനുള്ള പ്രധാന മാർഗ്ഗമായിട്ട് അല്ലെങ്കിൽ ഒരു ജോലിക്കാരായിട്ടായിരിക്കും ചിൽഡ്രൻസിനെ കാണുന്നത്. സെക്കൻഡ് സ്റ്റേജാണ് ട്രാൻസിഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ എക്സ്പാൻഡീവ് സ്റ്റേജ്. ഇവിടെ ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ഡെത്ത് റേറ്റ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം എന്താണ്? ഫുഡ് സപ്ലൈയും അതുപോലെ തന്നെ സാനിറ്റൈസേഷനും മെഡിക്കൽ ഫെസിലിറ്റീസും എല്ലാം ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ഡെത്ത് റേറ്റ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റേജാണ് മോഡേൺ സ്റ്റേജ് അല്ലെങ്കിൽ ലോ സ്റ്റേഷനറി സ്റ്റേജ്. ഇവിടെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. പോപ്പുലേഷൻ ഗ്രോത്ത് സ്ലോ ഡൗൺ അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെ ഫാമിലി പ്ലാനിംഗ് ഉണ്ടാകുന്നു. ഭൂരിഭാഗം വുമൻസും എംപ്ലോയിഡ് ആയിട്ടുള്ളതായിരിക്കും.